ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിലെ കുറച്ച് വെജിറ്റബിൾസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലുള്ള കുറച്ച് വെറൈറ്റി ചെടികൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പം വെജിറ്റബിൾസിനേക്കാളും കൂടുതൽ എൻ്റെ വീട്ടിൽ കുറച്ച് ചെടികളാണുള്ളത്. അമ്മ ഒരു ഭയങ്കര ചെടിയുടെ ഒരു ലവറാണ്. സോ അതുകൊണ്ട് എവിടെ പോയാലും ചെടി ഒപ്പിച്ചുകൊണ്ട് വരും. അപ്പോൾ അങ്ങനെ കുറച്ച് ചെടികളുണ്ട്, അതെല്ലാം ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് വേറൊരു അടിപൊളി നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. പക്ഷേ ഇവിടെ കുറേ ചെടികളുണ്ടെങ്കിലും ഒന്നിൻ്റെ പേരങ്ങനെ അറിയത്തില്ല എന്നുള്ളതാണ്. കാണുമ്പോൾ നല്ല ഭംഗി തോന്നും, അതിൻ്റെ തണ്ടൊക്കെ ഒടിച്ച് കൊണ്ട് വെക്കും. പക്ഷേ എന്താണ് ഏതാണെന്നൊന്നും അറിയത്തില്ല. പക്ഷെ എന്തായാലും കൊള്ളാം, നല്ലൊരു വയലറ്റ് കളറിലൊരു ചെടി. ഇതാ ഇതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ആണെന്ന് തോന്നുന്നതാണ് ഈ കാണുന്നത്. ഇത് ആക്ച്വലി ഒരു ഹാങ്ങിങ് പ്ലാന്റോ പോലെ ഇടുന്ന, മറ്റേത് നമ്മൾ ചെടിച്ചട്ടിയിൽ വെച്ചേക്കുന്നതാണ്. പക്ഷേ ഇത് ഹാങ് ചെയ്തിട്ടേക്കുക. പക്ഷേ സെയിം ഒരു ടെക്സ്ചർ പോലൊക്കെയാണ് ഇതും കാണുന്നത്. ഇതും വേറൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇത് നമ്മളൊരു ചെറിയൊരു കുടത്തിനകത്ത് ഇത് റീപ്ലാന്റ് ചെയ്തേക്കുന്ന. അപ്പം ഇത് നല്ല രസമാണ്. ഇതിൻ്റെ ഇലയൊക്കെ നല്ല ഭയങ്കര സോഫ്റ്റാണ്, പെട്ടെന്ന് പിടിച്ചാൽ തന്നെ ഒടിഞ്ഞു പോരും. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പിങ്കിൽ യെല്ലോ വരുന്നൊരു ടൈപ്പാണ്. കുറച്ച് നല്ല 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 കാണാൻ നല്ല ഭംഗിയുള്ള കുറേ ചെടികളുണ്ട്. പക്ഷേ ഇതിൻ്റെ പേരൊന്നും അങ്ങനെ അറിയത്തില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം. ഏതായാലും ഈ ഗ്രീനും ആ പിങ്കും എല്ലാം കൂടെ വരുന്നതാണ്, നല്ല ഭംഗിയുണ്ട്. ഇത് പിന്നെ ഓർക്കിഡിൻ്റെ സെക്ഷനാണ്. ഇവിടെ നമുക്ക് ഇപ്പോൾ ഇതിൽ പൂവൊന്നും ആയിട്ടില്ല. നമുക്കുള്ളത് ഒരു വയലറ്റ് ആൻഡ് വൈറ്റ് കളർ ഒരു കോമ്പിനേഷൻ, പിന്നെ ഒരു യെല്ലോ കളറുണ്ട്. യെല്ലോയുടെ ഒരെണ്ണം ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് ആ പറഞ്ഞ യെല്ലോ കളറിൽ. പക്ഷെ അതൊരൊറ്റ ഒരു തണ്ടിലായിട്ട് ഇത്രയും നിൽപ്പുള്ളൂ. ഇനിയെല്ലാം ആയി വരണം. ഇത് പിന്നെ അഡീനിയയുടെ ഒരു റോസ് കളറാണ്. ഇത് വള്ളി റോസയാണ് കേട്ടോ. ഇത് ഒരു തണ്ടിൽ തന്നെ ഒരു ബഞ്ച് ഓഫ് റോസസ് ഉണ്ടാവും. എന്താ ഇവിടെ കാണാൻ കണ്ടോ, ഇതിൽ തന്നെ 1 2 3 4 4 ഉണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി അത് കരിഞ്ഞു പോയി. ഇനി അടുത്ത വരുന്നതാണ് ഈ കാണുന്നത്. ഇതിങ്ങനെ നമുക്ക് വള്ളി പോലെ ഇങ്ങനെ ഇവിടെ ഒരുപാടുണ്ടാവും. നല്ല രസമാണ് കാണാൻ. ഇതിൻ്റെ വൈറ്റ് കളറ്. ഇത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് തെറ്റിയുടെ നല്ല നല്ല റെഡ് കളറാണ് കേട്ടോ. ഇത് ക്യാമറയിൽ എത്രത്തോളം വരുമെന്ന് അറിയത്തില്ല, പക്ഷെ നല്ല റെഡ് കളറ്. ഇത് ചെടിച്ചീര എന്ന് പറഞ്ഞിട്ടൊരു ചെടിയാണെന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ അറിയത്തില്ല, അങ്ങനെയാണെന്ന് നമുക്ക് വിചാരിക്കാം. ഇത് നല്ല രസമാണ്. ഇതുണ്ടോ, ഇത് ഭയങ്കര വലിയതായിട്ടുണ്ടാകും. ഇത് പക്ഷേ ചെറുതായിട്ടായി വരുന്നതേ ഉള്ളൂ. എന്തായാലും ഇത് നല്ല രസമാണ് കാണാൻ. ഇതെന്താണാവോ, ഇതും അറിയത്തില്ല, പക്ഷേ നല്ല ഭംഗിയാണ് കാണാൻ. കണ്ടോ. പിന്നുള്ളത് ഇതിൻ്റെ ഒരു റെഡ് കളർ ഉണ്ടായിരുന്നു, പക്ഷെ അത് അഴുക്കായിപ്പോയി. ആകെ ഉണ്ടായിരുന്നത് പിന്നെ ഇതാണ്. ഇത് നമ്മൾ കുറേ ചെടിയിൽ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരു ഹാങ്ങിങ് പ്ലാന്റ് പോലൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഗൈസ് ഇതും നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. അപ്പോൾ ഗൈസ് ഇനി നമ്മളുടെ ഇലച്ചെടികളുടെ സെക്ഷനാണ്. ഇവിടെ നിൽപ്പുണ്ട് അതുപോലെ തന്നെ. പിന്നെ പറഞ്ഞില്ലേ ഒരു ചെടിച്ചീരയുടെ കാര്യം, അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി സാധനമാണ് ഇത്. ഇത് പക്ഷേ ചെറുതാണ് കേട്ടോ. ഇത് ഭയങ്കര വലിയ പൂവുണ്ടാവും. അപ്പോൾ അടിപൊളിയാണ് കാണാൻ. ഇതിൻ്റെ പല വെറൈറ്റി കളേഴ്സ് ഉണ്ട്, പക്ഷേ ഇവിടെ ഉള്ളത് ഈ ഒരു കളറാണ്. പിന്നെ ഈ കാണുന്നത് പണ്ട് എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടായിരുന്ന ഒരു ചെടിയായിരുന്നു, ചൈനീസ് ബോൾസ്. ഇത് പല കളറിൽ പല കോമ്പിനേഷനിൽ ഇത് അവൈലബിൾ ആണ്. ഇപ്പോൾ അതൊക്കെ എവിടെയൊക്കെ എത്രത്തോളം ഉണ്ടെന്നൊന്നും അറിയത്തില്ല, പക്ഷെ എന്നാലും ഇത് നല്ല ഭംഗിയാണ് കാണാൻ. കണ്ടോ, ഇത് ഒരു വൈറ്റും ഓറഞ്ചും കൂടെ മിക്സ്, ഇതൊരു റോസും വൈറ്റും കൂടെ മിക്സ്. വലിയ പൂവുള്ളത് ഓറഞ്ചുണ്ട്. പിന്നെ ഇത് റോസ് മാത്രം, ഓറഞ്ച് മാത്രം. അതിൻ്റെ ചെറിയ വെറൈറ്റി ഓറഞ്ചിൻ്റെ വലുതും ഉണ്ട്. കണ്ടോ, ഓറഞ്ചിൻ്റെ വലുതും ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ചെറിയതും ഉണ്ട്. ഇതും നല്ലൊരു ഭംഗിയുള്ളൊരു ചെടിയാണ്. ഇത് ഞാൻ പറഞ്ഞ പോലെ ഇലച്ചെടികൾ അല്ലെങ്കിൽ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ഒരു
വെറൈറ്റിയിൽ വരുന്നതാണ്. ഇതും പിന്നെ ഇതും. അപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ഒരു ചെറിയൊരു സെക്ഷൻ കാണിച്ചു തരാം. ഇത് പക്ഷേ നല്ല റെഡ് ഒരു കളറിലെ ഒരു ഫ്ലവറുണ്ട് ഇതിന്. അതിൻ്റെ തന്നെ, അതായത് ഇതൊരു വയലറ്റ് ഒരു ഡാർക്ക് ബ്രൗൺ കളറിലെ ഒരു ലീഫാണ്. അതിൻ്റെ തന്നെ ഗ്രീൻ കളറിലെ ലീഫ് വരുന്നുണ്ട്. അതിൻ്റെ റെഡ് തന്നെ, അതും ഹാങ്ങിങ് ആണ്. ഇത് മണി പ്ലാന്റിൻ്റെ വേറൊരു ടൈപ്പാണ്. കുറച്ചും കൂടെ ഒരു ലൈറ്റ് കളർ വരുന്നൊരു ഷെയ്ഡ്. അതിൻ്റെ തന്നെ വേറൊരെണ്ണം കൂടെ ഉണ്ട്. ഇത് പിന്നെ ഇത് ശംഖുപുഷ്പം. ഇതിൻ്റെ വൈറ്റും ഉണ്ട്, കണ്ടോ, ഒരു വൈലറ്റ്. അത് ഇടയ്ക്കൊക്കെ ആയിട്ട് രണ്ടും മിക്സായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ കുറേ അതിൻ്റെ അരി ഉണങ്ങി വരുന്നുണ്ട്. ഇതിങ്ങനെ കയറി കിടക്കുക ഉണ്ടോ. ഇടയ്ക്കൊക്കെയാണ് വൈറ്റ് നിൽക്കുന്നത്. ഈ കാണുന്ന റോസാണ്, പക്ഷേ അതിൽ ഇപ്പം അൺഫോർച്ചുനേറ്റ്ലി പൂവൊന്നും ഇല്ല. ഇതിങ്ങനെ ചെടിയായിട്ടിങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. അപ്പം പിന്നെ ഈ ഒരു ചെടി, അത് അരിപ്പൂവാണെന്ന് തോന്നുന്നു. അതുപോലത്തെ പണ്ട് ഇവിടെ ഉണ്ടായിരുന്നൊരു പിങ്ക് കളറിൽ, പിങ്ക് ആൻഡ് വൈറ്റ്, പക്ഷേ ഇത് റെഡും യെല്ലോയും കൂടെ വരുന്നൊരു ഷെയ്ഡാണ്. അടിപൊളിയല്ലേ. ബൊഗെയിൻവില്ല അതിൻ്റെ സീസൺ അല്ല ആക്ച്വലി ഇത്, പക്ഷേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ഇത് നല്ല സമ്മർ ടൈമിൽ ഒരുപാട് പൂ, ഇത് നിറച്ചും പൂവായിരിക്കും. എനിക്കെല്ലാം ബൊഗെയിൻവില്ലയാണ്. ഇതും മറ്റേ കണ്ടത് പീച്ചായിരുന്നു. ഇതെന്ന് പറയുന്നത് ഒരു വൈറ്റും പിന്നെ പിങ്കും ഒക്കെ വരുന്നൊരു ഇതാണ്. ഇതിലിപ്പോൾ പൂവൊന്നുമില്ല, അതിങ്ങനെ വെറുതെ നിൽക്കുക. പിന്നെ തെറ്റിയുടെ തന്നെ പിങ്ക് കളറും, കൂടുതൽ പിങ്ക് ആൻഡ് വയലറ്റാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. അതും ഉണ്ട്. മറ്റേ ചെടിച്ചീരയുടെ തന്നെ വേറൊരു വെറൈറ്റി കാണിച്ചു തരാം. ഇതിൻ്റെ കുറച്ചും കൂടെ കളറുള്ളൊരു തണ്ടാണ് ഇതിന് വരുന്നത്. മറ്റേത് ലൈറ്റായിരുന്നു, ഇത് കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ളത്, പക്ഷേ സെയിം പൂവ് തന്നെയാണ് ഇതിനുള്ളത്. മണി പ്ലാന്റിൻ്റെ തന്നെ നമ്മളൊരു ചെറിയൊരു ഡെക്കറേഷനൊക്കെ കൊടുത്ത് സെറ്റാക്കിയേക്കുക. കണ്ടോ, നല്ല ഭംഗിയില്ലേ. ഇത് ടർട്ടിൽ വൈന്, അതും നമ്മൾ റീപ്ലാന്റ് ചെയ്ത് വെച്ചേക്കുക, നന്നായിട്ട് വരും. ചെമ്പരത്തി. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെടി തന്നെ 2 ടൈപ്പിലെ പൂവ് ഉണ്ടാകുന്നുണ്ട്. ഇത് ഒന്ന് ഒരു ചന്ദന കളറിലെ ഒരു ഇതും, പിന്നെ നമ്മളുടെ നോർമൽ ചെമ്പരത്തി. ഇതെന്ന് പറയുന്നത് ബന്ദിപ്പൂവ്. ഇത് ഏത് കളറാണ്, മഞ്ഞയാണോ അതോ ഓറഞ്ചാണോ എന്ന് എനിക്കറിയത്തില്ല. ഇത് നമ്മൾ തണ്ട് വെച്ചിട്ട് നട്ടെടുത്തതാണ്. അപ്പം അതായി വരുന്നതേ ഉള്ളൂ. ചെറിയൊരു മുട്ടുണ്ട്, കണ്ടോ. ഇത് പിന്നെ നമ്മുടെ 4 മണി ചെടിയാണ്. പക്ഷേ ഇതിപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഇത് പോയി തുടങ്ങി. നല്ല വെയിലുള്ള സമയത്ത് ഒരുപാട് പൂ കാണും കേട്ടോ, പക്ഷേ ഇപ്പം അത് കുറവാണ്. ഒരുപാട് കളറുണ്ടായിരുന്നു, അതിൽ കുറേ എണ്ണം പോയി, പല വെറൈറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ ആകെയുള്ള 2-3 എണ്ണത്തിൽ ഒരെണ്ണമാണ് ഈ ഒരെണ്ണം. പിന്നെ ഇതും ഒരു ടൈപ്പ് 4 മണിയുടെ ചെടിയാണ്. ഇവിടെയുണ്ട്. ഒരുപാടുണ്ടായിരുന്നതെല്ലാം പോയി, ഇനി ബാക്കിയെല്ലാം റീപ്ലാന്റ് ചെയ്തെടുക്കണം. പിന്നെ ഇത് ഒരു റോസ്, കുഞ്ഞ് റോസാണ്, പിങ്ക് കളറിലെ റോസ്. ഇതെന്താണാവോ ഇങ്ങനെ നിൽക്കുന്നത്, ഒരു എനർജി ഇല്ല ഇതിന്. ഇത് വാടി നിൽക്കുകയല്ല ആക്ച്വലി, ഇതിൻ്റെ ഈ പൂവ് ഇങ്ങനത്തെ ടൈപ്പാണ്, ഇങ്ങനെ വാടി നിൽക്കുന്ന പോലത്തെ ഒരു ടൈപ്പാണ്. ആന്തൂറിയത്തിൻ്റെ ചെടിയാണ്, പക്ഷേ അതിൽ പൂവില്ല. ഇത് പൂവാറായിട്ട് നിൽക്കുന്ന ഒരു ചെടി. വയലറ്റിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഒരുപാടുണ്ട്, ചിലതിലൊന്നും പൂവൊന്നും ആയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.